വൈഷ്ണവർക്കും ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജജനരഞ്ജന യമുന തിരവനചാരി. യശോദനന്ദന വ്രജജനരഞ്ജന യമുന തിരവനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ. ശ്രീ അദ്വൈത ഗദാധര ശിവസദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ രാധ മാധവ രാധേ. ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം, കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. ജയ ജഗന്നാഥ ജയ ബലദേവ, സുഭദ്രമായി ജയ സുദർശന. ജയ ഗൗരനിതായ് ജയ ഗൗരനിതായ്, ജയ ഗൗരനിതായ്. ജയ 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 പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ്. ജയ 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 ഗുരുദേവ് ജയ ജയ ഗുരുദേവ്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠുകീം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാ തമഹം വന്ദേ ശ്രീഗുരു ദീനതാരണം. പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. വാഞ്ചാകൽപതരൂപേശ്യ കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ, ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിൽ ഇന്ന് ചർച്ച ചെയ്യാൻ തന്നിരിക്കുന്നത് പ്രഥമ സ്കന്ധം, ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം, അധ്യായം 9, ഭീഷ്മദേവന്റെ വിയോഗം, ശ്ലോകം 16. നഹൃസിത്കർഹിത്രാജൻ പുമാൻ വേദാവിദിസിതം യദ്വിദിജ്ഞാസയാ യുക്ത മുഖ്യന്തി കവയോപിഹി. നഹൃസ്യ കർഹിച്ചിത്രാജൻ പുമാൻ വേദാവിദിസിതം യദ്വിജിജ്ഞാസയാ യുക്ത മുഹ്യന്തി കവയോപിഹി. നഹൃസ്യ കർഹിച്ചിത്രാജൻ
പുമാൻ വേദ വിദിസിതം യദ്വിജിജ്ഞാസയാ യുക്ത മുഖ്യന്തി കവയോപിഹി. വാക്കർത്ഥം വായിക്കാം. ന ഒരിക്കലും, ഇല്ല. ഹി നിശ്ചയമായും, അസ്യ അദ്ദേഹത്തിന്റെ, അതായത് ഭഗവാന്റെ, കർഹിച്ചിത് എന്തായാലും, രാജൻ ഹേ രാജാവേ, പുമാൻ ആരെങ്കിലും, വേദ അറിയുന്നു, വിദിസിതം പദ്ധതി, യത് ഏത്, വിജിജ്ഞാസയ തികഞ്ഞ ജിജ്ഞാസയോടെ, യുക്ത വ്യാപൃതനാക്കിക്കൊണ്ട്, മുഖ്യന്തി ഉത്കണ്ഠാകുലരാകുന്നു, കവയ മഹാചിന്തകന്മാർ, അപി പോലും, ഹി നിശ്ചയമായും. വിവർത്തനം എ സി ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദിക്ക് ജയ്. ഹേ രാജ, ഭഗവാന്റെ പദ്ധതിയെക്കുറിച്ചറിയാൻ ആർക്കും കഴിവില്ല തന്നെ. മഹാചിന്തകന്മാർ വിശദാംശങ്ങളോടും കൂടി അവയെ സംബന്ധിച്ച് അന്വേഷിക്കുന്നുവെങ്കിൽ തന്നെയും അവർ സംഭ്രാന്തരായി തീരുന്നു. ഭാവാർത്ഥം: മഹാരാജാവ് യുധിഷ്ഠിരന്റെ പാപ കർമ്മങ്ങളാൽ ഉളവായ വിഭ്രമങ്ങളെയും അവയുടെ പ്രത്യാഘാതങ്ങളാൽ ഉളവായ ദുരിതങ്ങളെയുമൊക്കെ മഹാപ്രാമാണികനായ ഭീഷ്മദേവൻ 12 അധികാരികളിൽ ഒരാൾ പൂർണ്ണമായും തിരസ്കരിച്ചുകൊണ്ട് സ്മരണാതീത കാലം മുതൽ ശിവൻ, ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരുൾപ്പെടെ ഉള്ളവർക്ക് പോലും ഭഗവാന്റെ യഥാർത്ഥ പദ്ധതി എന്തെന്ന് നിശ്ചയം വരുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് യുധിഷ്ഠിരനെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ആഗ്രഹിച്ചു. അപ്രകാരമാകയാൽ അതിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? അവയെക്കുറിച്ച് അന്വേഷിക്കുന്നത് തന്നെ വ്യർത്ഥമാണ്. സർവ വിശദാംശങ്ങളും അടങ്ങിയ തത്വശാസ്ത്രാനുചിതമായ അന്വേഷണങ്ങൾ നടത്തുന്ന സന്യാസിമാർക്ക് പോലും ഭഗവത് പദ്ധതികളെക്കുറിച്ച് ഖണ്ഡിതമായി അറിയാൻ കഴിയുന്നില്ല. ഏറ്റവും ഉചിതമായ പ്രവർത്തന പദ്ധതി യാതൊരുവിധ തർക്കങ്ങളും കൂടാതെ ഭഗവത് കൽപ്പനകൾ അനുവർത്തിക്കുക എന്നതാണ്. പാണ്ഡവരുടെ ദുരിതങ്ങൾക്ക് കാരണം നിശ്ചയമായും അവരുടെ പൂർവകർമ്മങ്ങളല്ല, ഭഗവാന് നന്മയാൽ സമൃദ്ധമായ രാജ്യം സുസ്ഥാപിതമാക്കാനുള്ള പദ്ധതി നടപ്പിൽ വരുത്താൻ ഉണ്ടായിരുന്നു. ആകയാൽ സദ്ഗുണങ്ങളുടെ വിജയം സുസ്ഥാപിതമാക്കാൻ ഭഗവത് ഭക്തർക്ക് താൽക്കാലികമായ വിഷമതകൾ അനുഭവിക്കേണ്ടി വന്നു. അപ്രകാരം നന്മയുടെ വിജയഹർഷം ദർശിച്ച് നിശ്ചയമായും ഭീഷ്മദേവൻ അത്യധികം സംതൃപ്തനായി. യുധിഷ്ഠിരന് എതിരായി യുദ്ധം ചെയ്തുവെങ്കിൽ തന്നെയും സിംഹാസനാരൂഢനായി യുധിഷ്ഠിരനെ ദർശിച്ചതിൽ അദ്ദേഹം സന്തോഷവാനായിരുന്നു. ഭീഷ്മദേവനെ പോലുള്ള മഹായോദ്ധാവിന് പോലും കുരുക്ഷേത്ര യുദ്ധ വിജയം നേടാനായില്ല. എന്തെന്നാൽ ആരും തന്നെ യത്നിച്ചാലും തിന്മയ്ക്ക് നന്മയെ കീഴടക്കുവാൻ ഒരിക്കലും സാധ്യമല്ലെന്ന് കാണിച്ചു കൊടുക്കുവാൻ ഭഗവാൻ ആഗ്രഹിച്ചു. ഭീഷ്മദേവൻ ഭഗവാന്റെ മഹാഭക്തനായിരുന്നു. എന്നാൽ ഭഗവദേച്ഛയാൽ അദ്ദേഹം പാണ്ഡവർക്കെതിരായി യുദ്ധം ചെയ്തു. അങ്ങനെ മഹായുസ്സുവായ ഭീഷ്മദേവനെ പോലുള്ളവർക്ക് പോലും തിന്മയുടെ പക്ഷം ചേരുന്നതാകയാൽ വിജയം സാധ്യമല്ലെന്ന് ബോധ്യപ്പെടുത്തുവാൻ ഭഗവാൻ ആഗ്രഹിച്ചു. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതാപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്യുതാംശ. ഏ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമഃ ഓം വിഷ്ണുപാതായ കൃഷ്ണപ്രസ്ഥായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. വിഷ്ണുപാതായ കൃഷ്ണപ്രസ്ഥായ ഭൂതലേ ശ്രീമതേ ഹരേ കൃഷ്ണ. അപ്പോ നമ്മുടെ ഈ 9ാമത്തെ അധ്യായം ഭീഷ്മദേവന്റെ വിയോഗം എന്ന് പറയുന്നത് ഭീഷ്മദേവൻ ഭഗവാന്റെ അടുക്കൽ പോകുന്ന മുഹൂർത്തങ്ങളാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അതായത് അതിന്റെ കൂട്ടത്തിൽ ഭീഷ്മദേവന്റെ മനോഹരമായ സ്തുതിയും നമുക്ക് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ കൂടെ കാണാൻ കഴിയും. കഴിഞ്ഞ 11 അധ്യായങ്ങളിൽ ബേസിക്കലി എന്താണ് പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ
പാണ്ഡവരും ഭഗവാൻ കൃഷ്ണനും ഒരുപാട് ഋഷിവര്യന്മാരും, അതായത് വ്യാസദേവൻ, നാരദമുനി, അങ്ങനെ പല ഋഷിവര്യന്മാരും എല്ലാവരും കൂടി അവിടെ ഭീഷ്മദേവനെ കാണാൻ വരികയാണ്. അപ്പോൾ ഭീഷ്മദേവൻ ശരശയ്യയിൽ കിടക്കുകയാണ്, അല്ലെ? ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഒരു റീക്യാപ്പ് എന്ന രീതിയിൽ ഞാനൊന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. അദ്ദേഹം ഭഗവാന്റെ അടുക്കല് പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് ഇവരെല്ലാ പേരും അദ്ദേഹത്തെ കാണുവാൻ വരുന്നു. അപ്പോ ലോകത്തിലെ എല്ലാ മഹാത്മാക്കളും, നമ്മള് ശ്ലോകം 5, 6, 7, 8 എന്നിങ്ങനെയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടു ആരൊക്കെയാണ് അവിടെ വന്നിട്ടുള്ളതെന്ന്. ശ്രീല പ്രഭുപാദ് അത് വളരെ വ്യക്തമായിട്ട് ഭാവാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഭീഷ്മ പിതാമഹൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്, അല്ലെ? സ്വാഗതം ചെയ്ത ശേഷം അദ്ദേഹത്തിന്റെ മധുരവാണി തുടങ്ങുകയാണ്. അതായത് പാണ്ഡവരോട് ഇനി സംസാരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് ശരിക്കും ഭഗവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ്, അല്ലെ? യുധിഷ്ഠിര മഹാരാജാവിനെ പല തരത്തിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ല, അല്ലെ? നമ്മുടെ ആ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടു, യുധിഷ്ഠിര മഹാരാജ് എപ്പോഴും പറയുന്നുണ്ടായിരുന്നു, അല്ലെ, എല്ലാത്തിൻ്റെയും കാരണം ഞാനാണ്, യുദ്ധം നടന്നതിന് കാരണം ഞാനാണ്, ഇത്രയും ആൾക്കാരുടെ മരണം സംഭവിച്ചതിനും കാരണം ഞാനാണ്, ഇത്രയും പാപിയായിട്ടുള്ള ആള് വേറെ ആരും തന്നെ ഉണ്ടാവില്ല, അല്ലെ? ഇത്രയും പാപങ്ങൾ ചെയ്തത് കൊണ്ട് ഈവൻ ഞാൻ നരകത്തിൽ പോയി അനുഭവിച്ചാൽ പോലും തീരില്ല. അങ്ങനെ എന്തൊക്കെയാണ് അദ്ദേഹം കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതെന്ന് നമ്മൾ കാണുക. ആ സമയത്ത് വ്യാസദേവനുണ്ട്, മറ്റു വരിഷ്ഠരായ ഭക്തന്മാരുമുണ്ട്, ഒപ്പം ഭഗവാൻ ശ്രീകൃഷ്ണനുമുണ്ട്. ഇവരെല്ലാവരും ശ്രമിച്ചിട്ടും യുധിഷ്ഠിര മഹാരാജാവിന് വേണ്ട രീതിയിലുള്ള സമാധാനം കിട്ടുന്നില്ല. അതിന്റെ കാരണം നമുക്കറിയാം. എന്താണ് അതിന്റെ ആന്തരിക കാരണം? വേറൊന്നുമല്ല, ഭഗവാൻ ശ്രീകൃഷ്ണൻ ആഗ്രഹിച്ചിരുന്നു ഭീഷ്മ പിതാമഹനിലൂടെ ഈ ഉപദേശം കൊടുക്കണമെന്ന്, അല്ലെ? അങ്ങനെ ഭീഷ്മ പിതാവിന്റെ മഹത്വം എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? എന്നേക്കാൾ യോഗ്യനാണ് ഭീഷ്മ പിതാമഹൻ, എന്നേക്കാളും ശ്രേഷ്ഠനാണ് ഭീഷ്മ പിതാമഹൻ, അല്ലെ? ഞാൻ പറഞ്ഞിട്ട് യുധിഷ്ഠിര മഹാരാജാവിന് മനസ്സിലാകുന്നില്ല. അപ്പൊ എൻ്റെ ശുദ്ധഭക്തൻ ഭീഷ്മ പിതാമഹൻ പറയുമ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാകുന്നു. എന്നേക്കാൾ മഹത്വമുണ്ട് എൻ്റെ ഭക്തനെന്ന് ഭഗവാൻ ഇവിടെ പ്രൂവ് ചെയ്ത് കാണിക്കുകയാണ്, അല്ലെ? ശാസ്ത്രങ്ങളിൽ എന്ന് പറയുമ്പോൾ ശ്രീമദ് ഭാഗവതം, ചൈതന്യ ചരിതാമൃതം ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓരോ അധ്യായം നോക്കുമ്പോഴും നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും. അതായത് കഥ വായിച്ചു പോകുന്നതിലല്ല, അതിനകത്ത് ഒരുപാട് ഒളിഞ്ഞു കിടക്കുന്ന രത്നങ്ങൾ ഉണ്ടെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പൊ അവരെന്താ ചെയ്യുന്ന, എക്സ്റ്റേണലി വായിച്ചു പോകുന്നത്, നമ്മളെ പോലെ എക്സ്റ്റേണലി വായിച്ചു പോകുന്നതല്ല. നമ്മുടെ ആചാര്യന്മാർ അതിൽ ഇറങ്ങി കുളിച്ച്, അല്ലെ, അത് ഏതെല്ലാം എന്താ പറയാ, ഒരു ജ്യൂസ് ആക്കി നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അത്രയും ഡെപ്തിലാണ് അവര് വിശകലനം ചെയ്ത് പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. 12ാമത്തെ ശ്ലോകം മുതൽ 17ാമത്തെ ശ്ലോകം വരെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാല്, ഭീഷ്മ പിതാമകൻ പാണ്ഡവരെ സാന്ത്വനിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അതുപോലെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഭീഷ്മ പിതാമകന്റെ കൺമുമ്പിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പാണ്ഡവർക്ക് സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിന് അതിലൊന്നും കാര്യമായിട്ട് ഇടപെടാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ പൂർണ്ണമായി കടന്നു പോകുന്നത് ഭീഷ്മ പിതാമഹൻ കണ്ടിട്ടുണ്ട്, അല്ലെ? അപ്പോ അദ്ദേഹം പറയുകയാണ്, നിങ്ങളെ പോലുള്ള മഹാത്മാക്കൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ വരേണ്ടി വന്നു, അത് കാണേണ്ടി വന്നു എനിക്ക്. നിങ്ങൾ ഇതൊന്നും അനുഭവിക്കേണ്ടവരല്ല, പക്ഷേ ഭഗവാന്റെ നിയോഗപ്രകാരം ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞ് ഭീഷ്മദേവൻ അവരെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർ നല്ല ആൾക്കാരാണ്, അല്ലെ? പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത് കണ്ടപ്പോ ഭീഷ്മദേവന് ഒരുപാട് വിഷമമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എന്തൊക്കെ ബുദ്ധിമുട്ടുകളിൽ കൂടി നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ ആ ബുദ്ധിമുട്ടുകളിൽ നിങ്ങൾക്ക് ഭഗവാൻ നിങ്ങളെ കാത്തു രക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്, അല്ലെ? ഭഗവാനും ബ്രാഹ്മണരും എല്ലാവരും കാത്തുരക്ഷിച്ചിട്ടുണ്ട്. അപ്പോ ശീലപ്രഭുപാദ് ഭാവാർത്ഥത്തിൽ, ആ ശ്ലോകത്തില് ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഇതെല്ലാം ഭഗവത് നിശ്ചയത്തോടു കൂടിയാണ് സംഭവിക്കുന്നതെന്ന്. അപ്പോ അടുത്ത് 13ാമത്തെ ശ്ലോകത്തില്
ഭീഷ്മദേവൻ പറയുന്നു കുന്തി മഹാറാണിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു, അല്ലെ? ചെറുപ്പത്തിൽ തന്നെ പാണ്ഡു മരിക്കുന്നു, വിധവയായി, കുട്ടികളെ വളർത്തിക്കൊണ്ടുവരേണ്ടതായ ഒരവസ്ഥയിലായി എത്തി. അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം പാണ്ഡവരുടെ ലൈഫിൽ വന്നിട്ടുള്ള പ്രശ്നം എന്തൊക്കെയാണെന്നുള്ളത്, അല്ലെ? പല കാര്യങ്ങളിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ദുര്യോധനാദികൾ അവരെ വെറുതെ ഇരുത്തിയിട്ടേ ഇല്ല. എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. കുന്തി മഹാറാണി കുന്തി സ്തുതിയിൽ എടുത്തു പറയുന്നുണ്ട്, ഓരോന്നായിട്ട് പറയുന്നുണ്ടല്ലേ. ആ സമയത്തൊക്കെ നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടായിട്ടുണ്ട് എന്നും കുന്തി മഹാറാണി പറയുന്നുണ്ട്. ആദ്യം മുതലേ, അതായത് പാണ്ഡവർ ചെറിയ കുട്ടികളായിരുന്നപ്പോ മുതലേ അനുഭവിച്ചു തുടങ്ങിയതാണ്. പാണ്ഡു മരിച്ച സമയം മുതൽ തുടങ്ങി. പിന്നെയോ അത് കഴിഞ്ഞിട്ട് കുരുക്ഷേത്ര യുദ്ധം കഴിയും വരെയും പ്രശ്നങ്ങൾ തന്നെയായിരുന്നു പാണ്ഡവരുടെ ലൈഫിൽ. അപ്പൊ പാണ്ഡവർ ഫേസ് ചെയ്തിട്ടുള്ള പോലെ ആരും തന്നെ ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ അവർ ആരെയും പഴി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതാണ് അവരെ മഹാത്മാക്കൾ എന്ന് പറയുന്നത്, ശുദ്ധ ഭക്തർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, അല്ലെ? തത്തേനു കമ്പാം സുസമീക്ഷമാണോ പുഞ്ചാന ഏവാത്മ കൃതം വിപാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്താണ് വരുന്നതെങ്കിലും സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അത് ഭഗവത് ഇച്ഛയമായി കരുതിയെടുക്കുന്നു. അങ്ങനെ ഉള്ളവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്, അല്ലെ? ഒരു ഭക്തന്റെ ലക്ഷണം അതാണ്. ശുദ്ധഭക്തൻ എന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത് ടോളറൻസ് ആണ്. ടോളറൻസ്, അതായത് സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണെന്ന് നമുക്കിവിടെ ഭാഗവത്തിൽ എടുത്ത് പറയുന്നുണ്ട്. നമുക്ക് കുറവുള്ളതും അത് തന്നെയാണ്, അല്ലെ? ഹ്യൂമിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കത് ആർട്ടിഫിഷ്യലായിട്ട് കാണിക്കാൻ കഴിയും, അല്ലെ? നമ്മുടെ ഉള്ളിൽ ഹ്യൂമിലിറ്റി ഉണ്ടാവില്ല ചിലപ്പോൾ, പക്ഷെ നമുക്കത് കാണിക്കാൻ പറ്റും. പക്ഷേ ടോളറൻസ് എന്ന് പറയുന്നത് നമുക്ക് കാണിക്കാൻ സാധിക്കില്ല, അല്ലെ? അത് നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യും. അത് സാധാരണ ഇങ്ങനെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, BCC എന്ന് പറയും, ബ്ലെയിം, കംപ്ലൈന്റ് ആൻഡ് ക്രിട്ടിസൈസ്, അല്ലെ? ഭക്തന്മാരാണെങ്കിൽ അവര് ആരെയും തന്നെ കുറ്റപ്പെടുത്തില്ല, നേരെ മറിച്ച് എല്ലാം ഭഗവാന്റെ കാരുണ്യമാണെന്ന് പറഞ്ഞ് എടുക്കുകയാണ് ചെയ്യുന്നത്. പ്രഹ്ലാദ മഹാരാജ് ആണെങ്കിലും പാണ്ഡവരാണെങ്കിലും അവരോടൊപ്പം ഭഗവാൻ എപ്പോഴും ഉണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ വിജയം. അപ്പോൾ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ടോളറൻസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഭഗവാൻ ഇത്രയും കാര്യമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ടോളറൻസും ഹ്യൂമിലിറ്റിയും ഇല്ല. കാരണം എന്താണ്? 100% നമ്മൾക്ക് ഭഗവാനിൽ വിശ്വാസമില്ല, അല്ലെ? നമ്മൾ തനിയെ ചിന്തിച്ച് നോക്കിയാൽ അറിയാം നമ്മൾ ഭക്തരാണോ എന്ന്. സ്വയം അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം, അല്ലെ? അപ്പോൾ എന്താണ് നമ്മുടെ അവസ്ഥ എന്നറിയാൻ പറ്റും. അപ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭു ശിഷ്ടാഷ്ടകത്തിലും പറയുന്നുണ്ട്, ഹ്യൂമിലിറ്റിയും ടോളറൻസും ഒരു ഡിവോട്ടിക്ക് വേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റി ആണെന്ന് പറയുന്നുണ്ട്, അല്ലെ? പാണ്ഡവരാണെങ്കിൽ മരങ്ങളെ പോലെ സഹിക്കുകയായിരുന്നു എന്നാ പറഞ്ഞു. പിന്നെ നമ്മൾ 14 15 ശ്ലോകങ്ങളിൽ കാലത്തിന്റെ പ്രഭാവം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്നും, കാരണം 2 ക്ലാസ്സുകളിലും 2 മാതാജിമാരും വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രഹ്മാവ് മുതൽ ഏറ്റവും ചെറിയ കൃമികീടം വരെ കാലചക്രത്തിൽ ചില ടൈം ഫാക്ടറാണ് അതിന് ഇൻഫ്ലുവൻസ് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പോൾ ബ്രഹ്മാവിനും ഒരു തുടക്കമുണ്ട്, അവസാനവുമുണ്ട്. ജന്മ മൃത്യു ജരാവ്യാധി എന്ന ചക്രത്തിൽ കൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും, അല്ലെ? അങ്ങനെയാണ് ഭൗതിക ലോകം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാലം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈം ഫാക്ടറാണ്. കാറ്റിൽ മേഘങ്ങൾ പോകുന്നത് പോലെയാണ് കാലത്തിന്റെ പ്രഭാവം. കാരണം ഇവിടെ എല്ലാം മാറിത്തിരിഞ്ഞു വരികയാണ് ചെയ്യുന്നത്, അല്ലെ? കാലത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിയില്ല. അപ്പോ ശ്രീല പ്രഭുപാദര് ഭാവാർത്ഥത്തിൽ പറയുന്നു, വരിഷ്യനായ ഒരു ഭക്തൻ ഗുരുവിന്റെ ആശ്രയത്തിൽ നിന്നുകൊണ്ട് ഭക്തിയുത സേവനങ്ങൾ പരിശീലിച്ച് എങ്ങനെയെങ്കിലും നമ്മൾ ഭഗവാന്റെ അടുക്കൽ എത്താൻ നോക്കണം. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ, അഹം കാലോസ്മി, ഞാൻ സമയം ആണ് എന്ന് പറയുന്നു, അല്ലെ? എല്ലാവർക്കും ഒരു അവസാനമുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ആർക്കും തന്നെ അഹങ്കരിക്കേണ്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല, അല്ലെ? ചതിക്കുന്നവര് നിയമത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടേക്കാം, പക്ഷേ കാലത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് യുധിഷ്ഠിര മഹാരാജാവിനെ ഭീഷ്മദേവൻ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാലം ഭഗവാനാണ്, ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, അല്ലെ? നമ്മളുടെ കൺട്രോളിൽ വരാത്ത കാര്യങ്ങൾ ഓർത്ത് നമ്മൾ വിഷമിക്കണ്ട എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് ഭീഷ്മദേവൻ. ഭക്തർക്ക്, അതായത് ഭഗവാന് ശരണം പ്രാപിച്ചവർക്ക് പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള
ശക്തിയും സാഹചര്യവും ഭഗവാൻ നൽകുന്നു. അല്ലെ, നമ്മുടെ കർമ്മം, പ്രാരാബ്ധ കർമ്മം അനുസരിച്ച് വരാനുള്ളതെല്ലാം വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ വരുന്നതിനെ എങ്ങനെ നേരിടണമെന്നും ഏതവസ്ഥയിൽ നേരിടണമെന്നും നേരിടാനുള്ള ശക്തിയും ഭഗവാൻ ഭക്തർക്ക് നൽകുന്നു. അല്ലെ, ഇല്ലെങ്കിൽ കാലത്തിന്റെ അവസ്ഥയിൽ പോയി നമ്മൾ അവശരായി മാറും എന്നുള്ളതാണ് ഇത്രയും ശ്ലോകങ്ങളിൽ കൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അതായത് ഭഗവാനെ ശരണം പ്രാപിക്കുക, നടക്കുന്നത് പോലെ നടക്കട്ടെ. നമ്മുടെ കയ്യിൽ കൺട്രോൾ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ വിഷമിക്കരുത്. എല്ലാം ഭഗവാന് വിട്ടുകൊടുക്കുക, ഭഗവാനോട് കൂടുതൽ അടുക്കാനുള്ള അവസരമായിട്ട് കാണുക എന്നൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്നും പഠിക്കേണ്ട പാഠങ്ങൾ. അപ്പൊ ഈ 16-ാമത്തെ ശ്ലോകത്തില് പറയുന്നുണ്ട്, ഭഗവാന്റെ പദ്ധതിയെ കുറിച്ച് അറിയാൻ ആർക്കും കഴിവില്ല തന്നെ. അല്ലെ, അപ്പോ ഭഗവാന്റെ പ്ലാൻ എന്താണ് എന്നുള്ളതാണ് ഈ ഇന്നത്തെ ശ്ലോകത്തിന്റെ തീം. അപ്പൊ ലോകത്തുള്ള ഋഷിമാർക്ക് ആർക്ക് പോലും തന്നെ അറിയില്ല. അല്ലെ, എന്തിനാ പറയുക, ശിവനും ബ്രഹ്മാവിനും പോലും അറിയില്ല ഭഗവാന്റെ പ്ലാൻ എന്താണെന്ന്. ശരിക്കും ഭഗവാൻ എന്ത് ഉദ്ദേശിക്കുന്നു, ഇനി ഭഗവാൻ എന്ത് ചെയ്യും, അത് ഭഗവാന്റെ മാത്രമായിട്ടുള്ള കാര്യമാണ്. ഭഗവാന്റെ കയ്യിൽ പൂർണ്ണമായും കൺട്രോൾ ഉണ്ട്. അതുപോലെ 10-ാമത്തെ ശ്ലോകം ഭഗവത്ഗീതയിലെ 10-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, നമേ വിദു സുരഗണ പ്രഭവം ന മഹർഷ അഹമാതിർഹി ദേവാന മഹർഷീണ ച സർവശഃ. അതായത് എൻ്റെ ഉൽപ്പത്തി, വിഭൂതി എന്നിവയെ പറ്റി ദേവന്മാർക്കും ഋഷിമാർക്കോ അറിയില്ല. ഏതു വിധത്തിലും അവരുടെ എല്ലാം ഉത്ഭവസ്ഥാനം ഞാനാണ്. അതുകൊണ്ട് ഭീഷ്മദേവൻ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ വിഷമിക്കരുത്, ഭഗവത് നിശ്ചയമായി നടന്നു, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് പോവുക എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലെ, അപ്പൊ പാണ്ഡവർ അനുഭവിക്കുന്നത് കർമ്മഫലമല്ല എന്ന് നമ്മൾ പ്രഭുപാദിന്റെ ഭാവാർത്ഥത്തില് വായിച്ചു. പക്ഷെ നമ്മൾ അനുഭവിക്കുന്നത് കർമ്മഫലമാണ്. അല്ലെ, ഭഗവാന്റെ ലീലയുടെ ഭാഗമായിട്ടാണ് പാണ്ഡവർ അനുഭവിക്കുന്നത്. ഭഗവാൻ അവരെ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിലെ എല്ലാ പേരെയും ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നത് വലിയൊരു കാര്യമായിരുന്നു യുദ്ധമായി സംബന്ധിച്ച്. അല്ലെ, അതിനു വേണ്ടിയിട്ട് പാണ്ഡവരെ യൂസ് ചെയ്തു എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ പാണ്ഡവരെ പോലെ ടോളറൻസ് ഉള്ളവരുടെ കൂടെ ഭഗവാൻ എപ്പോഴും ഉണ്ട് എന്ന എല്ലാ പേരെയും കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സഹിഷ്ണുത അല്ലെങ്കിൽ ടോളറൻസ് എന്ന ആ ഒരു യോഗ്യത എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ലോകത്തിലെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. അതിനാൽ ഭഗവാൻ പാണ്ഡവരെ ഉപയോഗിച്ചു. അതുപോലെ തന്നെ പാണ്ഡവരിലൂടെ ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നു, എന്തൊക്കെ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും ഭഗവാനിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ മറ്റാരെയും പഴിക്കാതെ പൂർണ്ണമായി ഭഗവാനിൽ ശരണം പ്രാപിക്കേണ്ടതാണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പാഠങ്ങൾ അല്ലെ നമ്മൾ പഠിക്കാനുണ്ട്. ഭഗവാൻ എൻ്റെ കയ്യിലുള്ള പാവയെ പോലെയാണ് ഭക്തന്മാർ എന്ന് പറയുന്നത്. അല്ലെ, അപ്പൊ ആ ഒരു പാവക്കുത്തുകാരൻ അതിന്റെ ചരട് വലിച്ചാൽ മാത്രമേ പാവ നീങ്ങുകയുള്ളൂ. അപ്പം ഭഗവാന്റെ കയ്യിലെ ഉപകരണമായി മാറാൻ നമ്മൾ നോക്കണം. അങ്ങനെ ഉപകരണമായി മാറുമ്പോൾ എന്താ സംഭവിക്കുക, ഭഗവാൻ പൂർണ്ണമായും നമ്മുടെ കൺട്രോൾ എടുക്കും. അല്ലെ, ഭഗവാന്റെ സാങ്ഷൻ ഇല്ലാതെ ഒന്നും തന്നെ നടക്കുകയില്ല. ഭീഷ്മ പിതാമഹൻ ഭഗവാന്റെ ഭക്തനാണ്. അല്ലെ, നമ്മൾ ഭാവാർത്ഥി വായിച്ചു. എന്നാൽ അദ്ദേഹം ഭഗവാന്റെ എതിർ ദിശയിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്തു. ഭീഷ്മ പിതാമഹനെ പോലെ ശക്തിമാനായ യോദ്ധാവില്ല. അല്ലെ, 1000 അർജുനന്മാരെ ഒന്നിച്ച് നേരിടാനുള്ള ശക്തി ഭീഷ്മദേവൻ ഉണ്ടായിരുന്നു. അല്ലെ, എന്നിട്ടും ഇത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫൈറ്റർ ആയിരുന്നു. പക്ഷെ ഒന്നും സാധിച്ചില്ല. അല്ലെ, അപ്പോൾ എന്താ തെളിക്കുന്നത്, അവിടെ ശക്തി എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. അദ്ദേഹം നിന്ന സ്ഥലം എന്ന് പറയുന്നത് ഭഗവാന്റെ എതിർവശത്താണ്. അല്ലെ, ഭഗവാന്റെ എതിർവശത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് തോൽക്കേണ്ടി വന്നു. അല്ലെ, പക്ഷെ ഇങ്ങനെ ഒരു റോള് ഭീഷ്മ പിതാമഹൻ സന്തോഷത്തോടു കൂടി ചെയ്യുകയായിരുന്നു. ഭീഷ്മ പിതാമഹനെ ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു തത്വം നമ്മളെ പഠിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്തത്. എന്താണ്, ഭക്തി ഇല്ലെങ്കിലും ഭഗവാന്റെ കൂടെ നിന്നില്ലെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും അവർക്ക് വീഴ്ച സംഭവിക്കും. എത്ര വലിയ പാഠമാണല്ലേ അത് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തൻ്റെ ഭക്തരെ ഉപയോഗിക്കുന്നു.
അപ്പൊ ഭീഷ്മ പിതാമഹൻ ചിന്തിക്കുന്നുണ്ട്, അല്ലെ, ആളുകൾ എന്നെ തെറ്റിദ്ധരിച്ചോട്ടെ, ആൾറെഡി തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് മൗനിയായിരുന്നു, അതുപോലെ ഭഗവാനെതിരെ ഫൈറ്റ് ചെയ്തു എന്നൊക്കെ ആൾക്കാർ പറയും, അല്ലെ. പക്ഷേ ഭഗവാന്റെ ആഗ്രഹമായിരുന്നു അത്. കുരുസഭയിൽ ഞാൻ ഒന്നും മിണ്ടരുത് എന്നുള്ളത് ഭഗവാന്റെ കാരണമായിരുന്നു. ഇത് ശരിക്കും ആന്തരികമായിട്ടുള്ള കാരണമാണ്, അല്ലെ. അതുപോലെ തന്നെ ദുര്യോധനോട് കൂറു കാണിച്ചു എന്ന് പറയും, അതും എക്സ്റ്റേണൽ റീസൺ ആയി നമുക്ക് കണക്കാക്കാം. അപ്പൊ ഭീഷ്മ പിതാമകൻ ഭഗവാന്റെ ആഗ്രഹത്തിന് നിന്നു കൊടുക്കുകയായിരുന്നു. ദ്രൗപദി ദേവിയുടെ മഹാത്മ്യത്തെ, അല്ലെങ്കിൽ അതായത് ദ്രൗപദി ദേവിയുടെ ഭക്തിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഭീഷ്മ പിതാമകന് ദ്രൗപദിയെ രക്ഷിക്കാമായിരുന്നു, പക്ഷേ ചെയ്തില്ല, അല്ലെ. ദ്രൗപദി ദേവി നിസ്സഹായ അവസ്ഥയിൽ ഭഗവാനെ വിളിക്കുന്നതും ആ ദ്രൗപദി ദേവി അവിടെ വന്ന് ദ്രൗപദി ദേവിയെ ഭഗവാൻ അവിടെ വന്ന് രക്ഷിക്കുന്നത് നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നുള്ള പാഠം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ദ്രൗപദി ദേവിയെ പോലെ ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭക്തൻ അവരുടെ അടുത്തെത്തും എന്ന് തെളിയിക്കാൻ വേണ്ടി ഭഗവാൻ അവിടെ ഒരു ലീല കാണിക്കുന്നു. അപ്പൊ ഈ രണ്ട് കേസിലും ഭീഷ്മ പിതാമകൻ ഭഗവാന്റെ ഇച്ഛയ്ക്ക് നിന്നു കൊടുക്കുന്നു, അല്ലെ. എനിക്ക് നെഗറ്റീവ് ഇമേജ് ആയിക്കോട്ടെ, ശാസ്ത്രങ്ങളിൽ, അതായത് ലോകത്തുള്ള ആൾക്കാരെല്ലാം തെറ്റിദ്ധരിച്ചാലും കുഴപ്പമില്ല, ഭഗവാന്റെ കയ്യിലെ പാവയായി ഭഗവാന്റെ ഇഷ്ടത്തിന് നിന്നു കൊടുക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അതാണ് ഒരു ഡിവോട്ടിയുടെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭീഷ്മ പിതാമഹൻ മഹാത്മാവായി മാറുന്നതും മഹാജനങ്ങളിലായി ഒരു വ്യക്തിയായി മാറുന്നതും. അതെല്ലാം ഭീഷ്മ പിതാമഹന്റെ ക്വാളിറ്റിയാണ്. അപ്പോ ഇന്നത്തെ നമ്മളെ ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭഗവാന്റെ പ്ലാൻ അനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നമ്മൾ കണ്ടു, അല്ലെ. അതില് ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. ശ്രീമദ് ഭാഗവതം വായിക്കുമ്പോൾ ശ്രീമദ് ഭാഗവതം തുറന്ന് പറയുന്നുണ്ട്, തുറന്ന് സംസാരിക്കുന്നുണ്ട് തന്നെ പറയാം. ഒരു ജീവിതത്തിന്റെ യാഥാർത്ഥ്യമുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ. ആ ഒരു ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണം, അല്ലെ. എന്നാൽ നിർഭാഗ്യവശാല് ആരും തന്നെ മരണത്തെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. പക്ഷേ ശ്രീമദ് ഭാഗവതം വായിക്കുമ്പോൾ ശ്രീമദ് ഭാഗവതം മരണത്തെ കുറിച്ച് പല തവണ ആവർത്തിച്ച് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നുണ്ടല്ലേ. വാസ്തവത്തില് ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ പരീക്ഷിത് മഹാരാജാവിന്റെ മരണത്തെ കുറിച്ചിട്ടാണ്. മരണത്തെ പറ്റി സംസാരിച്ചു കൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. അതുപോലെ ഹട്വാങ് മഹാരാജാവിന്റെ കഥയാണെങ്കിലും, പിന്നെ ഭരത് മഹാരാജിന്റെ കഥയാണെങ്കിലും, ഭരത് മഹാരാജ് എന്ത് ചെയ്തു? മരണസമയത്ത് ഭഗവാനെ ഓർക്കാൻ കഴിഞ്ഞില്ല. ഗജേന്ദ്ര സ്റ്റോറി, ചിത്രകേതുവിന്റെ സ്റ്റോറി ഉണ്ട്, അതുപോലെ വൃതാസുരന്റെ സ്റ്റോറി ഉണ്ട്. അങ്ങനെ ഒരുപാട് പാസ്റ്റ് ടൈംസ്, മരണത്തെ കുറിച്ച് ഒരുപാട് പാസ്റ്റ് ടൈംസ് നമുക്ക് ഭാഗവതത്തിൽ കൂടെ കാണാൻ കഴിയുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ശീല പ്രഭുപാദിനോട് ഒരു ഡിവോട്ടി ചോദിച്ചു, എന്താണ് ഫിലോസഫി എന്ന് ചോദിച്ചു. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഫിലോസഫി എന്ന് ചോദിച്ചപ്പോൾ ശീല പ്രഭുപാദ് പറഞ്ഞു, ഓൾവേസ് കീപ് ഡെത്ത് ഇൻ ഫ്രണ്ട് ഓഫ് യു. എപ്പോഴും മരണത്തെ മുന്നിൽ കാണുക. എല്ലാം അവസാനിക്കും എന്ന് നമ്മൾ അറിയണം, അല്ലെ. അപ്പോ ഈ ശ്രീമദ് ഭാഗവതത്തില് മരണത്തെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, മരണത്തിന് മുൻപ് ഒരുപാട് യാതനകൾ, അതായത് സഫറിങ്സ് ഉണ്ടാവും. ഭഗവാൻ പാണ്ഡവരുടെയും ഭീഷ്മരുടെയും എക്സാമ്പിളിൽ കൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് എന്താണ്, എങ്ങനെയാണ് സഫറിങ്സ് വരുന്നതെന്ന്, അല്ലെ. അപ്പോൾ നമ്മുടെ സഫറിങ്സിന്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം, അത് അക്സെപ്റ്റ് ചെയ്യണം. എന്നാലേ ഭഗവാനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 തരത്തിലുള്ള ആൾക്കാരാണ് സഫർ ചെയ്യുന്നത്. ആരൊക്കെയാണെന്ന് ചോദിച്ചാല്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാര് സഫർ ചെയ്യുന്നു, അല്ലെ. അത് അവരെന്താ സഫർ, കർമ്മികൾ എന്തുകൊണ്ടാ സഫർ ചെയ്യുന്ന? അവരുടെ കർമ്മം, അല്ലെ. കർമ്മം, അതുപോലെ തന്നെ മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ, പിന്നെ കാലം, ഇതിന്റെ എല്ലാം കോമ്പിനേഷൻ ആയിട്ടാണ് കർമ്മികള് യാതനകൾ അനുഭവിക്കുന്നത്. പിന്നെ രണ്ടാമത് ഭഗവാന്റെ ശുദ്ധഭക്തർ, പ്യുവർ ഡിവോട്ടീസ് സഫർ ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ്? ഭഗവാന്റെ അറേഞ്ച്മെന്റ് ആണ്, അല്ലെ. കാരണം എന്താ? പ്യുവർ ഡിവോട്ടീസിന്റെ ഉത്കണ്ഠ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശുദ്ധഭക്തരെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഭഗവാനെ സേവിക്കാനുള്ള താല്പര്യമുണ്ടോ അത്രമാത്രം ഭഗവാൻ അവർക്ക് ഭഗവത് ധാമത്തിൽ എത്താനുള്ള വഴി
കാണിച്ചു കൊടുക്കും. അതായത് അവരുടെ കർമ്മങ്ങൾ കുറയ്ക്കാനുള്ള വഴിയാണ് കാണിച്ചു കൊടുക്കുന്നത്, അല്ലെ? അപ്പോൾ കർമ്മികൾക്ക് തോന്നും അവര് സഫർ ചെയ്യുന്നു എന്ന്, ഈ ഭക്തരെന്ന് പറയുന്ന ആൾക്കാർ സഫർ ചെയ്യുന്നു എന്ന് അവർക്ക് തോന്നും. പക്ഷേ ഭഗവാന്റെ കൃപയാണ് അവിടെ ചൊരിയുന്നത്. അപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ്, അല്ലെ? നമ്മൾ എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്, ഭക്തി പ്രാക്ടീസ്, സിൻസിയറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണെന്ന് പറയാം, അല്ലെ? കാരണം നമ്മൾ ശുദ്ധഭക്തരല്ല, നമ്മൾ കർമ്മികളുമല്ല. അപ്പൊ നമ്മുടെ സഫറിങ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് വ്യത്യസ്തവും സവിശേഷവുമാണ്, അത് യുണീക്ക് ആണെന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് നമ്മൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ആ കഷ്ടപ്പാടുകളെ നമ്മൾ എങ്ങനെ കാണണം എന്ന് നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് ചിന്തിച്ച് നോക്കാം. അപ്പോൾ 3 പ്രിൻസിപ്പിൾസ് ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സഫർ ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രാക്ടീസ് ചെയ്ത ഭക്തന്മാർ സഫർ ചെയ്തത് 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഭഗവാന്റെ പ്ലാൻ ആണ് സഫർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ ട്രെയിൻ ചെയ്യുകയാണ്. എങ്ങനെ? ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ക്വാളിഫൈഡ് ആയിട്ട് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ട്രെയിൻ ചെയ്യുകയാണ്, അല്ലെ? അപ്പൊ നമുക്ക് തോന്നും ആ ട്രെയിനിങ് വളരെ ടഫാണെന്ന് നമുക്ക് തോന്നും, അല്ലെ? അപ്പോ നമ്മുടെ കർമ്മങ്ങളെല്ലാം, അല്ലെ, കത്തി നശിച്ചു പോകുന്നു. രണ്ടാമത് അതിൽ പറയുമ്പോൾ കർമ്മങ്ങളെല്ലാം നശിച്ചു പോവുകയാണ്, പുതിയ കർമ്മങ്ങൾ ആഡ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ഭഗവാന്റെ ട്രെയിനിങ്ങിൽ കൂടെ. കാരണം പ്രാരാബ്ധ കർമ്മം ഒഴികെ ബാക്കി ഒന്നും തന്നെ നമ്മളെ ശല്യം ചെയ്യുന്നില്ല. എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സിൻസിയറായിട്ട് നാമം ജപിക്കുക, ഭക്തിയുത സേവനം നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുക. അപ്പോൾ നമുക്ക് ഒരു ഡീപ്പ് ആയിട്ടുള്ള നമുക്കൊരു സമാധാനം ഉണ്ടാവും, അല്ലെ? അപ്പോൾ അത് നമുക്ക് ആ ഒരു ശുദ്ധഭക്തിയിലോട്ട് എത്താൻ വേണ്ടി ഭഗവാൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ മൂന്നാമത് പറയുമ്പോൾ വളരെ പ്രാധാന്യമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ, മറ്റൊന്നിനെയും ആശ്രയിക്കാതെ ഭഗവാനെ മാത്രം ആശ്രയിക്കാൻ നമ്മളെ ട്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളും ഭഗവാന്റെ പ്ലാനിൽ വരുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, ഭൗതിക ലോകത്തില് സഫറിങ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്, അല്ലെ? എങ്ങനെയായാലും നമുക്ക് ആരായാലും അത് ഒഴിവാക്കാൻ കഴിയില്ല. കുറച്ച് നമ്മൾ ബേസിക് ആയിട്ടുള്ള സഫറിങ്സ് നമ്മൾ അനുഭവിച്ചേ മതിയാവൂ. അത് രണ്ടാമത്തത്. അപ്പൊ ചിലപ്പോ ഡിവോട്ടീസ് സഫർ ചെയ്യുന്നുണ്ടാവും, അല്ലെ? കർമ്മികളായവര് സന്തോഷിക്കുന്നുണ്ടാവും. അതില് ശ്രീമദ് ഭാഗവതത്തില് മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവരോട് പറയുന്നുണ്ട്. ആ ശ്ലോകം ഒരു മിനിറ്റ്. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് 11ാമത്തെ സ്കന്ധത്തില് 10ാമത്തെ അധ്യായം 18ാമത്തെ ശ്ലോകമാണ്. ന ദേഹിനാം സുഖം കിഞ്ചിത് വിദ്യതേ വിദുഷാമഭി തഥാച ദുഃഖം മൂഢാനാം വൃഥാ അഹങ്കരണം പരം. ന ദേഹിനാം സുഖം കിഞ്ചിത്, അല്ലെ? കുറച്ച് സന്തോഷം പോലും കിട്ടുന്നില്ല. ആർക്കാ? വിദ്യതേ വിദുഷാമപി, അല്ലെ? അതായത് വിദ്വാനായ വ്യക്തികൾക്ക് കുറച്ച് ശകലം, ന ദേഹിനാം സുഖം കിഞ്ചിത്, കുറച്ച് സന്തോഷം പോലും അവർക്ക് കിട്ടുന്നില്ല. അവർ അസന്തുഷ്ടരായി കാണപ്പെടുന്നു. തഥാച ദുഃഖം മൂഢാനാം, ചിലപ്പോൾ ഒരു മൂഢൻ അവർക്ക് ഡിസ്ട്രസ് ഒന്നും ഉണ്ടാകുന്നില്ല, അപ്പോൾ അവര് സന്തുഷ്ടനായിരിക്കും, അല്ലെ? വ്രത അഹങ്കാരണം പരം. അപ്പോൾ എന്ന് വെച്ചാല് ഈ ഭൗതിക കർമ്മങ്ങള് നമ്മള് വിദഗ്ധമായി നിർവഹിച്ചു കൊണ്ടുപോകുമ്പോൾ അപ്പൊ സുഖം നേടാം എന്നൊരു സങ്കല്പം നമുക്കുണ്ടാവും, അല്ലെ? അത് മിഥ്യ അഹങ്കാരത്തിന്റെ നിഷ്ഫലമായ പ്രകടനം മാത്രമാണെന്ന് ഭഗവാൻ ആരോട് പറയുന്നു? ഉദ്ധവരോട് പറയുന്ന ഒരു ശ്ലോകമാണ്. വളരെ മനോഹരമായി, ഇതിന് ശരിക്കും ആപ്റ്റായിട്ടുള്ള ഒരു ശ്ലോകമാണ് നമ്മളിപ്പോ സംസാരിച്ചത്. ഇനിയും ഒരു ശ്ലോകം 3ാമത്തെ അധ്യായത്തില് 3ാമത്തെ സ്കന്ധത്തിൽ 7ാമത്തെ അധ്യായം 17ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു: യച്ഛ മൂഢ തമോ ലോകേ യച്ഛ ബുദ്ധേ പരം ഗത താവുഭൗ സുഖമേതേത ക്ലിശിന്തന്തിരിതോ ജന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ ട്രാൻസ്ലേഷൻ യച്ഛ മൂഢ തമോ ലോകേ, വിഡ്ഢികളായ, അല്ലെ, ഏറ്റവും വിഡ്ഢികളായവരും, അല്ലെ, അത് താഴ്ന്ന ആൾക്കാരും എല്ലാവരും എന്താണ്, അതുപോലെ തന്നെ യച്ഛ ബുദ്ധേ പരാം ഗത, അത് വളരെ ബുദ്ധിമാന്മായ അതീന്ദ്രിയനായ ആൾക്കാരും രണ്ടുപേരും സന്തോഷം ആസ്വദിക്കുന്നു. താവുഭൗ സുഖമേതേത
ക്ലിശിൻ തന്തിരി തോജന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നാൽ രണ്ടിനും ഇടയിലുള്ളവർ ഭക്തിയുടെ കഠിനമായ യാതന അനുഭവിക്കുന്നു. അതും വളരെ രസകരമായ ഒരു ശ്ലോകമാണ്. അപ്പൊ നമ്മൾ 2 പ്രിൻസിപ്പിൾസ് പറഞ്ഞു അല്ലെ. ഇനി മൂന്നാമത്തെ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ, ഈ സഫറിങ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. എന്താണ് നമ്മളെ ഭഗവാൻ പഠിപ്പിക്കുന്നത്? ശ്രീമദ് ഭഗവത്ഗീതയിലെ ഒരു എന്താ പറയാ, ഒരു പ്രിൻസിപ്പിളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. 2nd ചാപ്റ്ററിൽ 2.14 മാത്രാസ്പർശാസ്തു കൗന്ദേയ ശ്ലോകം ഉണ്ടല്ലോ. അതില് താം സ്ഥിതിക്ഷസ്വ ഭാരത, നമ്മൾ സഹിക്കാൻ പഠിക്കണം. മൂന്നാമത്തെ പ്രിൻസിപ്പിൾസ് അതാണ്. അപ്പോ ടോളറൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഡിവോഷണൽ സർവീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ടോളറൻസ്. അപ്പം നമ്മൾ 3 പ്രിൻസിപ്പിൾസും പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തേത് ഭഗവാന്റെ പ്ലാൻ ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആ പ്ലാനിൽ നമ്മൾ കണ്ടത് എന്താണ്? ഭഗവാൻ നമ്മളെ ട്രെയിൻ ചെയ്യുകയാണ് അല്ലെ. നമ്മളെ ക്വാളിഫൈഡ് ആക്കിയിട്ട് എവിടെ നിന്നാണോ വന്നത് ആ ധാമത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ ക്വാളിഫൈഡ് ആക്കുകയാണ്. നമുക്കത് ടഫ് ആണെന്ന് തോന്നും, എന്നാൽ പോലും ആ ഒരു ക്വാളിഫിക്കേഷൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ കർമ്മങ്ങളൊക്കെ ബേൺ ചെയ്തു പോകുന്നു. പുതിയ കർമ്മങ്ങൾ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നില്ല. പിന്നെ മൂന്നാമത്തത് നമ്മൾ എന്തായിരുന്നു കണ്ടത്? സഫറിങ്സ്. സിൻസിയർ ആയിട്ടുള്ള ആൾക്കാർ അല്ലെ, ഭക്തി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കഷ്ടപ്പാടുകളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല എന്നാണ് നമ്മൾ അവിടെ കണ്ടത് അല്ലെ. അങ്ങനെ 3 അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പോയിന്റ് കണ്ടത്, എന്തൊക്കെ സഫറിങ്സ് ഉണ്ടെങ്കിലും നമ്മൾ കുറെയൊക്കെ ആ സഫറിങ്സ് അനുഭവിച്ചേ തീരുകയുള്ളൂ അല്ലെ. കംപ്ലീറ്റ്ലി നമുക്കത് മാറാൻ പറ്റില്ല എന്ന് കണ്ടു. മൂന്നാമത്തേത് നമ്മൾ കണ്ടത്, സഫറിങ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നു, താം സ്ഥിതിക്ഷസ്വ ഭാരത, നമ്മൾ സഹിക്കാൻ പഠിക്കണം എന്നുള്ളത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സഹിക്കാൻ പഠിച്ചില്ലെങ്കിൽ വീണ്ടും നമ്മൾ ആ ഒരു ഇംപയസ് ലൈഫിലോട്ട്, അതായത് സിൻഫുൾ ലൈഫിലോട്ട് പോകും എന്ന് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സഫറിങ്സ് പ്രിൻസിപ്പിൾസ് പറഞ്ഞു. അപ്പൊ ഇത് എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം അതും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ് അല്ലേ. എന്ന് വെച്ചാൽ ഭഗവാനെ അത്രയും ഇമോഷണൽ ആയിട്ട് നമ്മൾ ഭഗവാനെ ഓർക്കുക, ഒരു പോയിന്റ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അക്കോർഡിംഗ് ടു ആശ്രമം. ഏത് ആശ്രമത്തിലാണോ, നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിലാണോ ബ്രഹ്മചര്യത്തിലാണോ, ആ ആശ്രമത്തിൽ ബാധകമാകുന്ന ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി സിൻസിയർ ആയിട്ട് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. അതുപോലെ തന്നെ ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള അല്ല ഭഗവത്ഗീത അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം, ചൈതന്യ ചരിതാമൃതം പോലുള്ള ഗ്രന്ഥങ്ങളിൽ, സ്ക്രിപ്ചേഴ്സിൽ നമ്മൾ ഷെൽട്ടർ ആവുക. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ആൾക്കാരുമായിട്ട് അല്ലെ അസോസിയേറ്റ് ചെയ്യുക. അസോസിയേഷൻ വിത്ത് റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ, അതാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. ഈ 5 കാര്യങ്ങളും നമ്മൾ നോക്കി കാണുകയാണെങ്കിൽ, നോക്കി നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ വരുന്ന സഫറിങ്സ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ കഴിയും എന്നാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ ശ്ലോകത്തിലെ തീം എന്ന് പറഞ്ഞത് ഭഗവാന്റെ പ്ലാൻ അല്ലെ. അതിനെ കുറിച്ച് നമുക്ക് ആർക്കും തന്നെ അറിയില്ല എന്നാണ് നമ്മൾ ഇവിടെ കണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ഒരു സ്റ്റോറി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, ജയാനന്ദ പ്രഭുവിനെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. അദ്ദേഹം ഒന്നും അല്ലെങ്കിൽ തന്നെ നമ്മൾ രഥയാത്ര കണ്ടിട്ടുള്ളവരാണെങ്കിൽ ആ രഥത്തില് ജഗന്നാഥ് ബൽദേവ് സുബ്രഹ്മണ്യ സുദർശൻ ചക്രം വെക്കുന്നതിനൊപ്പം ശീല പ്രഭുപാദരുടെ മൂർത്തി അല്ലെങ്കിൽ ഫോട്ടോ ഉണ്ടാവും. അതുപോലെ അതിന്റെ തൊട്ടടുത്തായിട്ട് ജയാനന്ദ പ്രഭുവിന്റെ ഫോട്ടോ ഉണ്ടാവും. അദ്ദേഹമാണ് രഥ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ആക്റ്റീവായിട്ട് നിന്നൊരു ആള്. അപ്പോ ജയാനന്ദ പ്രഭു എന്ന് പറഞ്ഞാല് അദ്ദേഹം വളരെ ടാലന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ ആയിരുന്നു അല്ല, എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരിക്കല് ശ്രീല പ്രഭുപാദിന്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ ധനവും അല്ലെ എല്ലാ സമ്പത്തും ശ്രീല പ്രഭുപാദിന് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പകല് മുഴുവൻ ജോലി ചെയ്യും, രാത്രിയിൽ
ടാക്സി ഓടിച്ചിട്ട് കാശുണ്ടാക്കിയിട്ട് ഒറ്റയ്ക്ക് ആ ടെമ്പിളിലെ കാര്യങ്ങളെല്ലാം നോക്കി നടന്നൊരു ഡിവോട്ടി ആയിരുന്നു ജയാനന്ദ പ്രഭു. അപ്പോ ഫുൾ ടൈം അദ്ദേഹം സന്തോഷത്തോടു കൂടിയായിരുന്നു അവിടെ സർവീസ് ചെയ്തിരുന്നത്. അങ്ങനെ ഇരിക്കെ 34 വയസ്സായ സമയത്ത് അദ്ദേഹത്തിന് ക്യാൻസർ പിടിപെട്ടു. അപ്പൊ എല്ലാവരും സർവീസ് ചെയ്യുന്ന ആളല്ലേ, എങ്ങനെ ഒരു ഡിവോട്ടിക്ക് ഇത് സംഭവിച്ചു എന്ന ആശയക്കുഴപ്പത്തിലായി അല്ലെ. അങ്ങനെ ഹോസ്പിറ്റലിൽ ബെഡ് റിഡൻ ആയി. അങ്ങനെ ഡിവോട്ടീസ് ഒക്കെ കാണാൻ പോകുന്നു. അങ്ങനെ ഒരു ദിവസം ജയാനന്ദ പ്രഭുവിനോട് ഒരു ഡിവോട്ടി ചോദിച്ചു, അദ്ദേഹം ഇനി ഇല്ല, ആ ഒരു സ്റ്റേജിലെത്തി അദ്ദേഹത്തിന്റെ അസുഖം, അപ്പൊ അങ്ങേക്ക് എന്താണ് കഴിക്കാൻ ആഗ്രഹമുള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കോളിഫ്ലവർ പക്കോട വലിയ ഇഷ്ടമാണ്, അത് എനിക്ക് കൊണ്ടു തന്നാലും എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് അത് കഴിക്കാൻ കഴിയില്ല അല്ലെ. അപ്പോ ജയാനന്ദ പ്രഭുവിന് കഴിക്കാൻ കഴിയില്ലെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തു, അത് കൊണ്ടുവന്നിട്ട് എല്ലാ ഡിവോട്ടീസിനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോഴും ആ ഒരു സിറ്റുവേഷനിലും എങ്ങനെ ആൾക്കാരെ സന്തോഷിപ്പിക്കാം എന്ന് ചിന്തിക്കുകയാണ് ദയാനന്ദ പ്രഭു ചെയ്തത് അല്ലെ. അപ്പൊ നമ്മള് ചിന്തിക്കും അല്ലെ, എന്താണ്. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോ അദ്ദേഹം ശരീരം വെടിയുകയും ചെയ്തു. അപ്പൊ നമ്മൾ ചിന്തിക്കും, എന്താണ് ഭഗവാന്റെ പ്ലാൻ അല്ലെ, ഏത് തരത്തിലുള്ള സഫറിങ് ആണ്, നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല അല്ലെ. ഭഗവാൻ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ആലോചിക്കും. നമ്മൾ ഇപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവും ഇത് കേൾക്കുമ്പോൾ. അത് ശരിക്കും 1977 നടന്ന സംഭവമായിരുന്നു. അപ്പോ അത് കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞപ്പോ 2007 അല്ല, മറ്റേത് 1977 നടന്നതാണ്. 30 വർഷം കഴിഞ്ഞിട്ട് 2007 കൊളറാഡോ എന്ന് പറഞ്ഞ സ്ഥലത്ത് US നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാല് കാളിന്തി മാതാജി എന്ന് പറഞ്ഞാല് ഹിസ് ഹോളിനെസ് ചന്ദ്രമൗലി മഹാരാജന്റെ ഡിസൈപ്പിൾ ആണ്. അപ്പോ ആ മാതാജി ഒരു ഹോസ്പീസ് നഴ്സ് ആയിരുന്നു. നമുക്കറിയാം ഹോസ്പീസ് നഴ്സ് എന്ന് പറഞ്ഞാലും ഹോസ്പിറ്റൽ നഴ്സ് എന്ന് പറഞ്ഞാലും, ഹോസ്പിറ്റൽ നഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ഇപ്പോ ഇവിടെ ഉള്ള നഴ്സുമാരാണ് അല്ലെ. ഹോസ്പീസ് നഴ്സ് എന്ന് പറഞ്ഞാല് എല്ലാവർക്കും അറിയാം, കാരണം നമ്മുടെ മരണത്തോട് അല്ലെ, ജീവിത അവസാനത്തോട് അടുക്കുന്ന വ്യക്തികൾക്ക് കാരുണ്യപരമായിട്ടുള്ള പരിചരണം നൽകുന്ന സ്ഥലം, അത്രയും ആ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നഴ്സിംഗ് സ്റ്റാഫായിരുന്നു ഈ കാളിന്തി മാതാജി. അപ്പൊ ഒരു ദിവസം മാതാജിക്ക് തനിയെ അന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഒരു റിയലൈസേഷൻ തോന്നി, ഞാനൊരു ഡിവോട്ടി ആണ് എന്നുള്ള ഐഡന്റിറ്റി എന്തിനാണ് ഞാൻ മറച്ചു വെക്കുന്നത് അല്ലെ. അപ്പൊ അത് മറച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന് കരുതിയിട്ട് ആ മാതാജി തിലകമൊക്കെ നന്നായിട്ടിട്ട് കണ്ടിമാലയൊക്കെ കാണത്തക്ക രീതിയിൽ ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ നല്ല പ്രായം ചെന്ന ഒരു അമ്മേനെയായിരുന്നു മാതാജി ടേക്കൺ കെയർ ചെയ്തിരുന്നത്. അങ്ങനെ ആ മാതാജിനെ അന്ന് കണ്ടപ്പോ ആ അമ്മ ചോദിച്ചു, നേഴ്സ് പിന്നെ ഹരേ കൃഷ്ണയാണോ എന്ന് പറഞ്ഞിട്ട് അവരപ്പം തന്നെ ഹരേ കൃഷ്ണ പറഞ്ഞു. മാതാജിയും തിരിച്ച് ഹരേ കൃഷ്ണ പറഞ്ഞു. ഹരേ കൃഷ്ണ പറഞ്ഞിട്ട് അപ്പൊ മാതാജിയുടെ കയ്യില് ചരണാമൃതമാണോ ഗംഗാജലമാണോ എന്നറിയില്ല ഉണ്ടായിരുന്നു. അത് ആ മാതാജിക്ക്, ആ അമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ പറഞ്ഞിട്ട് ആ മാതാജി ശരീരം വെടിയുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോ അവിടെ ഒരു ചെറിയ കുട്ടി, ഒരു ടീനേജ് ബോയ് വന്നിട്ട് ചോദിച്ചു, കണ്ടിമാല കാണുമ്പോഴാണ് ഇത് ചോദിക്കുന്നത്, തിലകവും വന്നിട്ട് ചോദിച്ചു, നേഴ്സ് ഹരേ കൃഷ്ണയാണോ? അപ്പോ മാതാജി പറഞ്ഞു, അതെ ഞാൻ ഹരേ കൃഷ്ണയാണ്. അപ്പൊ ആ കുട്ടി അമ്മയെടുത്ത് പറഞ്ഞു, അമ്മേ ഈ നേഴ്സ് ഹരേ കൃഷ്ണയാണ്. അപ്പൊ ആ അമ്മയും അതൊരു മിഡിൽ ഏജ് ആയിട്ടുള്ളൊരു മാതാജിയായിരുന്നു. അപ്പൊ അവരും ചോദിച്ചു ഹരേ കൃഷ്ണയാണോ? അപ്പൊ അവരും അങ്ങോട്ട് ഹരേ കൃഷ്ണ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടിപ്പോ ആ മാതാജി ചോദിച്ചു, നേഴ്സിന് പിന്നെ മാതാജിക്ക് ജയാനന്ദനെ അറിയോ എന്ന് ചോദിച്ചു. അപ്പൊ മാതാജി പറഞ്ഞു, ജയാനന്ദനെ അറിയാം എനിക്ക്, എന്താന്ന് ചോദിച്ചു. അപ്പോൾ പറയാണ്, ഞാൻ ജയാനന്ദന്റെ സഹോദരിയാണ്, ഈ ശരീരം വെടിഞ്ഞത് ജയാനന്ദന്റെ അമ്മയാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ നമ്മൾക്ക് ശരിക്കും അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ, ഭഗവാൻ എങ്ങനെ അവിടെ റെസിപ്രോക്കേറ്റ് ചെയ്തു എന്ന്. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ജയാനന്ദന്റെ അമ്മയാണ് ശരീരം വെടിഞ്ഞതെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് എന്താണ്, അവിടെ ഭഗവാൻ എങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്തു. ജയാനന്ദ പ്രഭു ഫുൾ ടൈം സർവീസ് ചെയ്തിരുന്ന ഒരു ഡിവോട്ടി ആയിരുന്നു. 30 വർഷം കഴിഞ്ഞിട്ട് അമ്മ ശരീരം വെടിയാനിരുന്നപ്പോ ആ കാളിന്തി മാതാജി എന്ന് പറയുന്ന ഡിവോട്ടി ആ അമ്മയ്ക്ക് കൃഷ്ണനെ കൊടുത്തു അല്ലെ. കാളിന്തി മാതാജി തിലകവും കണ്ടിമാലയും ഒക്കെ ഇട്ട് പോയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് അങ്ങനെ ശരീരം വെടിയാൻ കഴിഞ്ഞത്. അപ്പോ ഭഗവാന്റെ പ്ലാൻ എന്നത് നമുക്ക് ആർക്കും അറിയില്ല അല്ലെ. ഭാഗവതത്തിൽ പറഞ്ഞ പോലെ തന്നെ ഋഷിവര്യന്മാർക്ക് പോലും അറിയാൻ കഴിയില്ല. അത് ഭഗവാൻ തനിയെ ചെയ്യുന്ന കാര്യങ്ങളാണ്.
ഭഗവാന്റെ റെസിപ്രോക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു ജയാനന്ദ പ്രഭുവിന്റെ സ്റ്റോറി കൂടെ പറയണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്തതാണ്. അപ്പോ നമ്മുടെ ഗുരുവിന്റെ കൃപ കൊണ്ട് അല്ലെ, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെയും അദ്ദേഹത്തിന്റെ ശുദ്ധഭക്തരെയും നമുക്ക് പരിശുദ്ധ ഭക്തിയിലൂടെ സേവനം ചെയ്യാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ശ്രീമദ് ഭാഗവതം ഗ്രന്ഥരാജ് കി ജയ്, ശീല പ്രഭുപാദിക്ക് ജയ്, ശീല ഗുരുദേവിക്ക് ജയ്, നിതായ് ഗൗര പ്രേമാനന്ദേ. ഹരേ ഹരി ബോൾ. ഹരേ കൃഷ്ണ. മാതാജി പ്രണാമം. ഹരേ കൃഷ്ണ. പ്രണാം. ഹരേ കൃഷ്ണ മാതാജി പ്രണാമം. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. മാതാജി 2 ശ്ലോകങ്ങള് കോട്ട് ചെയ്തില്ലേ? അതെ മാതാജി. 7:17 ആയിരുന്നു ഒന്ന്. ആദ്യത്തെ ശ്ലോകം എന്തായിരുന്നു? ആദ്യത്തെ ശ്ലോകം ഞാൻ പറയാം മാതാജി. 11th കാൻഡോ ആണ്. 11th കാൻഡോ 10th ചാപ്റ്റർ 18th ശ്ലോക. ഓക്കെ, നദേനാം സുഖം കിഞ്ചിത് തുടങ്ങുന്നു. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ നല്ല മാതാജി. ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അതാ ഹരേ ലാസ്റ്റത്തിൽ കേട്ടത് ശരിക്കും നമുക്ക് കണ്ണു നിറഞ്ഞു പോയി. മേലൊക്കെ കൂടെ വല്ലാണ്ട് തോന്നി. ഭയങ്കര അതെ. എക്സ്പീരിയൻസ് അല്ലേ ഹരേ കൃഷ്ണ. അവർക്ക് എന്തായിരിക്കും ആ ഒരു ഭാഗ്യല്ലേ അത്. ശരിക്കും മാതാജി, അത് കൃഷ്ണ. 30 വർഷം കഴിഞ്ഞിട്ടല്ലേ അങ്ങനെ ഒരു ആ, അനുഭവം ഉണ്ടാകുന്നത്. അത്രയും കാലം കാത്തിരുന്നു എന്നുള്ളതാണ് അല്ലെ, ഭഗവാന്റെ അതാണ് റെസിപ്രോക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഹരേ കൃഷ്ണ. അത് നമ്മൾ പറയൂലേ, ഒരു കുടുംബത്തിലെ മാതാജി ഒരു ഭക്തൻ ജനിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തെ ഇത്ര തലമുറകൾക്ക് മുന്നിലേക്കും പുറകിലേക്കും എല്ലാവർക്കും മോക്ഷം കിട്ടുന്ന പറയുന്നത് അതെ നമ്മൾക്കൊരു പ്രത്യക്ഷത്തിന്റെ ഒരു ഉദാഹരണം കൂടിയാണല്ലോ മാതാജി ഇത്. ആ സമയത്ത് അമ്മയ്ക്ക് ആ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഹരേ കൃഷ്ണ എന്ന് പറയാൻ സാധിച്ചത് തന്നെ വലിയൊരു പുണ്യല്ലേ ഹരേ കൃഷ്ണ. അതെ, ആ ശരിക്കും ആ ഒരു ഡിവോട്ടിക്ക് ഭഗവാൻ ആ ഒരു റിയലൈസേഷൻ കാണിച്ചു കൊടുക്കുന്നതാണല്ലോ മാതാജി. അതെ, അതെ, കല്ലുമാലയൊക്കെ അതെ. പുറത്തിട്ട് പോവുക, തിലകമിട്ട് പോവുക, അതുകൊണ്ട് മാത്രമാണല്ലോ അവരത് മനസ്സിലാക്കിയത്. അതെ 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 അതാ ഞാൻ പറഞ്ഞത്, ആ അമ്മയുടെ ആ ഭാഗ്യം അല്ലെ, അങ്ങനെ ഒരു അതെ. മകൻ. ഹരേ കൃഷ്ണ. ശരിക്കും ഹരേ കൃഷ്ണ മാതാജി. ഭഗവാൻ തോന്നിപ്പിക്കുന്നതാണല്ലോ മാതാജി. ഇപ്പൊ ആദ്യം തന്നെ മാതാജി അതല്ലേ പറഞ്ഞത്, ഭഗവാന്റെ ഓരോ ഇതാണ് എന്താ പ്ലാനുകളാണെന്നുള്ളത്. അതാണ് അവിടെ അതെ ശരിക്കും അല്ലേ ഹരേ അതെ, കൃഷ്ണ. ശരിക്കും ആക്ട് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. അതെ 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 നല്ലൊരു ഇതായിരുന്നു മാതാജി. ഹരേ കൃഷ്ണ ക്ലാസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ പ്രണാമം മാതാജി. വളരെ ഹരേ നല്ല കൃഷ്ണ മാതാജി. സ്റ്റോറി ആയിരുന്നു. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഞാനല്ലോ, ഭക്തന് ഒരിക്കലും ഭഗവാൻ നമുക്ക് പറ്റില്ലെങ്കിലും ഭഗവാൻ കൈവിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മരണസമയത്ത് ഭക്തനാണെങ്കിൽ. പക്ഷെ അതെ അതെ, ആ മകന്റെ ആ ഭക്തിയുടെ ഇത് നമ്മുടെ പരമ്പരയിലും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും കിട്ടും, അത്ര ഡിവോട്ടഡ് ആണെങ്കിൽ. അത് കാണിച്ചു അതെ തരാൻ വേണ്ടി ഭഗവാൻ ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ ആ മാതാജിക്ക് തോന്നാനും ആ അനുഗ്രഹം അവർക്ക് കിട്ടാനും. അപ്പൊ നമുക്ക് ഭഗവാനിൽ ആ പറഞ്ഞ വാക്കിൽ നമുക്ക് ഒന്നുകൂടെ വിശ്വാസം ഉറക്കുകയാണ്. ഭഗവാൻ കൈവെടില്ല. തീർച്ചയായും. നമ്മൾ ആ സമയത്ത് ഭഗവാൻ നമുക്ക് പറ്റില്ലെങ്കിലും ഭഗവാൻ വരും എന്നുള്ള ആ വിശ്വാസം മാതാജി ഭയങ്കര ടച്ചിങ് ആണ് മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. താങ്ക് യു. കഥ കേട്ടപ്പോ കുളിര് വന്നു പോയി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാജി. വളരെ Thank you നല്ല so much. ക്ലാസ്, നല്ല സ്റ്റോറി. താങ്ക് യു സോ മച്ച് മാജി. ഹരേ കൃഷ്ണ. മാതാജി, ഞാനാണ് അങ്ങോട്ട് താങ്ക്സ് പറയേണ്ടത്. വീണ്ടും പറയുന്നു, ഒരിക്കലും അല്ല മാജി, ഒരിക്കലും അല്ല. എനിക്കിങ്ങനെ ഒരു ചാൻസ് തന്നതിന്. ഒരിക്കലും ഇല്ല മാജി. താങ്ക് യു സോ മച്ച് മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ വളരെ നല്ല മാതാജി. സ്റ്റോറിയും ഒരുപാട് പ്രാക്ടിക്കൽ പോയിന്റ്സും നമുക്ക് ജീവിതത്തില് ഡിവോഷണൽ സർവീസിലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഏത് രീതിയിൽ അതിനെ എടുക്കണം എന്നൊക്കെ ഉള്ള കുറെ പോയിന്റ്സ് ഉണ്ടായിരുന്നു മാജി. താങ്ക് യു സോ മച്ച് മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നമുക്ക് ഹരേ കൃഷ്ണ. പ്രഭുവിന്റെ കൂടെ മേഴ്സിയാണ് പ്രഭു. ഒരു അവസരം തന്നില്ലേ. അതെ, തീർച്ചയായിട്ടും ഗുരുവിന്റെ കാരുണ്യമാണ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പൊ മാതാജി നമുക്ക് ശരി additions മാജി, ഒന്നും ശരി.
വഞ്ചാകൽപതരൂപേക്ഷ രൂപേശ കൃപാ സിന്ധു പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ. അനന്തകോടി വൈഷ്ണവന്തി കി ജയ്. ശില പ്രഭുപാദ ജയ്. കി ജയ്. ശില ഗുരുദേവ് ജയ്. കി ജയ്. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു സോ മച്ച് മാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ ഹരി ബോൾ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ മാതാജി. ക്ലോസ് ചെയ്തോട്ടെ മാജി. ചെയ്തോളൂ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. താങ്ക് യു. ഹരേ കൃഷ്ണ.